വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന 3-4 തെറ്റുകൾ ചിലപ്പോൾ നമുക്ക് പീരീഡ്സ് നേരത്തെ വരാനായിട്ട് ഇടയാക്കും. ആ തെറ്റുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾ പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കേൾക്കുക, നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. സാധാരണയായിട്ട് PCOD ഉള്ളവർക്ക്, പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ളവർക്ക്, ഹോർമോണൽ ഇംബാലൻസസ് മറ്റേതെങ്കിലും തരത്തിലുള്ളവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് പ്രഗ്നൻസിയുടേത് പോലെയുള്ള ലക്ഷണങ്ങൾ അവർക്ക് കണ്ടുവരിക. ഫോർ എക്സാമ്പിൾ, പ്രിമെൻസ്ട്രൽ സിംറ്റം ഉള്ള ഒരു സ്ത്രീക്ക് ബ്രസ്റ്റ് ടെൻഡർനെസ് ഉണ്ടാകും, മുഖത്ത് കുരുക്കൾ ഉണ്ടാകും, അടിവയറ് വേദന ഉണ്ടാകും, കാലുവേദന ഉണ്ടാകും. ഏറെക്കുറെ ഇതേ ലക്ഷണങ്ങൾ തന്നെയാണ് പ്രഗ്നന്റ് ആകുന്ന സമയത്തും ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നത്. പൊതുവെ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട്, ചേച്ചി എനിക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് ബ്രസ്റ്റിൽ പെയിൻ ഉണ്ട്, അപ്പോൾ എനിക്ക് ഈ സമയത്തും പ്രഗ്നൻസി ആകുമ്പോഴേക്കും പീരിയഡ്സ് ആകുന്ന പോലുള്ള ബ്രസ്റ്റ് പെയിൻ ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ ഇതേ ബ്രസ്റ്റ് പെയിൻ തന്നെ എനിക്ക് പിന്നീടും വരുന്നുണ്ട്, അപ്പോൾ ഇതിനർത്ഥം എന്റെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയെന്നല്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ മറുപടി കൊടുക്കാറുണ്ട്, പീരിയഡ്സിന്റെ സമയത്തും പ്രഗ്നൻസിയുടെ സമയത്തും ഇങ്ങനെ ഉണ്ടാകാം, അതുകൊണ്ട് ശരീരം ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഏറെക്കുറെ PCOD ഉള്ള സ്ത്രീകൾക്കും ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ള സ്ത്രീകൾക്കും പ്രഗ്നൻസിയുടേത് പോലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോഴേക്കും അവരറിയാതെ തന്നെ ചെയ്തു വെക്കുന്ന കുറച്ച് തെറ്റുകൾ അവർക്ക് പീരിയഡ്സ് ഇൻഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് കാരണമാവുന്നു. അതിൽ പെടുന്ന ഒന്നാമത്തെ ഒരു കാറ്റഗറിയാണ് നമ്മൾ ഓവറായിട്ട് സ്പൈസിയും മസാലയും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. ഈ ഭക്ഷണങ്ങളൊക്കെ എസ്പെഷ്യലി നമുക്കിപ്പോൾ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാലകൾ, അതായത് നമുക്ക് ഇപ്പോൾ കറുവപ്പട്ട നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഗ്രാമ്പൂ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം നമുക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് സഹായിക്കുന്നവയാണ്. പക്ഷേ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ സമയങ്ങളിൽ നിങ്ങൾ മസാലകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാവുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ പീരിയഡ്സ് വരുത്തി വെക്കുന്നത് അത് കാരണമാവുന്നു. അത് മാത്രമല്ല, പലരും ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് ഇഞ്ചി കൂടുതലായിട്ട് കുടിക്കുക, അതായത് ഇഞ്ചി ഇട്ടിട്ടുള്ള ചായ കുടിക്കുക. ചിലവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ഇപ്പോൾ പീരിയഡ്സ് നീണ്ടു പോകുന്നത് എനിക്ക് നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണെന്ന് പലരും പറയാറുണ്ട്. അതായത് PCOD ഉള്ളവർക്കൊക്കെ പീരിയഡ്സ് പല ദിവസങ്ങളും നീണ്ടു പോകുന്നവരുണ്ട്, ചിലർ 1-2 മാസം കൂടി പീരിയഡ്സ് ആകുന്നവരുണ്ട്. അങ്ങനെയുള്ളവര് ഈ ലക്ഷണങ്ങളും കൂടി കാണുമ്പോഴേക്കും, ഓൾറെഡി നമുക്ക് ഉണ്ടായിട്ടുള്ള പ്രിമെൻസ്ട്രൽ ലക്ഷണങ്ങൾ കൂടി കാണുമ്പോഴേക്കും അവർ ചിന്തിക്കുന്നത് അവർക്ക് വരാനായിട്ട് പോകുന്നത് പീരിയഡ്സ് തന്നെയാണ്. ആ പീരിയഡ്സ് നമുക്ക് 1-2 ദിവസം നീണ്ടു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവര് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ആ 2ാമത്തെ ദിവസമോ 3ാമത്തെ ദിവസമോ ഒക്കെ ആയിരിക്കും. ആ സമയങ്ങളിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടിക്കാണണമെന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും പലരും ചെയ്തു വെക്കുന്ന മിസ്റ്റേക്കാണ് പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ട് ഉലുവാവെള്ളം കുടിക്കുക, പീരിയഡ്സ് വരാൻ വേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ, അതായത് മെഡിസിൻസ് എടുക്കുക. പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു തവണ ഡോക്ടറെ കണ്ടിട്ട് ഇറഗുലർ പീരിയഡ്സ് ഉള്ളവർക്ക് ഡോക്ടർ മെഡിസിൻ കൊടുത്തിട്ടുണ്ടാകും പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ട്. ആ മെഡിസിൻ ഒക്കെ എടുക്കുക, ഡോക്ടറുടെ കൂടെ പെർമിഷൻ ഇല്ലാതെ ആ മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എക്സസൈസുകൾ ചെയ്യുക. ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കുമ്പോഴേക്കും പലരുടെയും ശരീരരീതി ഡിഫറെന്റ് ആണ്. പലർക്കും ഉള്ളിലുണ്ടാകുന്ന യൂട്രസിന്റെ കണ്ടീഷനും ഡിഫറെന്റ് ആണ്, പലരുടെ സെർവിക്സും ഡിഫറെന്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്കും ഈ എഫക്റ്റ് കൊണ്ട് യൂട്രസിനെ ഒന്ന് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകുന്നു. അപ്പോൾ ഒരിക്കലും PCOD ഉള്ളവരാണെങ്കിലും പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ളവരാണെങ്കിലും പ്രഗ്നൻസി ഒരു 2-3 തവണയെങ്കിലും ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യാതെ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് അവരുടെ യൂട്രസിന്റെ കണ്ടീഷനും അവരുടെ സെർവിക്സിന്റെ കണ്ടീഷനും എൻഡോമെട്രിയൽ ലൈനിങ്ങും ഒക്കെ ആഡിക്വേറ്റ് ആണെങ്കിൽ, ഹോർമോൺസിന്റെ ഒന്നും ഡെഫിഷ്യൻസീസ് അവർക്കില്ല എങ്കിൽ, നിങ്ങൾ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സാധനങ്ങൾ എടുത്തു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പീരിയഡ്സ് വരില്ല. ആ പ്രഗ്നൻസി നമുക്ക് സക്സീഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാത്തിലും ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക്, അതായത് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഡെഫിഷ്യൻസി ഓൾറെഡി ഉള്ള ഒരാൾക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അവിടെ വേണ്ടുന്ന ആ ഒരു ഇംപ്ലാന്റേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടുന്ന പ്രൊജസ്ട്രോൺ ഹോർമോൺ ചിലപ്പോൾ ആ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ സമയത്ത് നമ്മൾ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഗ്നൻസി ആണോ എന്ന് പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കാര്യം നമ്മളുടെ ശരീരത്തിനെ അഫക്ട് ചെയ്യും. എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആകും, നമുക്ക് പീരിയഡ്സ് വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ PCOD ഉള്ളവരാണെങ്കിലും തൈറോയ്ഡ് ഉള്ളവരാണെങ്കിലും ഒബിസിറ്റി ഉള്ളവരാണ്, എൻഡോമെട്രിയോസിസ് ഉള്ളവരാണ്, ഫൈബ്രോയിഡ് ഉള്ളവരാണ്, സിസ്റ്റ് ഉള്ളവരാണ്, ഏത് കണ്ടീഷനിലൂടെ നിങ്ങൾ പോകുന്നവരാണെങ്കിൽ കൂടെ തന്നെയും പീരിയഡ്സ് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 5 ദിവസം വരെ വെയിറ്റ് ചെയ്യണം.
5 ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ, സ്റ്റിൽ നിങ്ങൾക്ക് പീരിയഡ്സ് വന്നിട്ടില്ല എങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട്, ഒരു 5 ദിവസം കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആ സമയങ്ങളിൽ ഏറെക്കുറെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയിരിക്കും. ഒരു 50 രൂപയല്ലേ നമുക്ക് ആ ഒരു കാർഡിന് ആവുകയുള്ളൂ. ആ ഒരു കാർഡ് മേടിച്ചിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ പറയുന്ന സോ കോൾഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ എസ്പെഷ്യലി ചെയ്യാനായിട്ടുള്ള ഒരു കാരണം, കഴിഞ്ഞ ദിവസം എനിക്കൊരു മെയിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കുട്ടി പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുമായിരുന്നു. പെട്ടെന്നൊരു സംശയത്തിന് ഒന്ന് ഡൗട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് പോസിറ്റീവ് ആയത് എന്നുള്ളൊരു കാര്യം പറയുണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളും ഈ കാര്യം മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഒരുപാട് സ്ത്രീകൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പീരിയഡ്സ് ആകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. നമ്മൾ ആ ചെയ്യുന്നത് ഒരു ഓർഗാസം നമുക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ആ ഒരു കോണ്ടാക്ട് നടക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് സ്ട്രെച്ച് ആയി പോകും. ഇങ്ങനെ സ്ട്രെച്ച് ആവുന്ന ഭാഗത്ത് ആ സെർവിക്സിന് അതിനനുസരിച്ച് ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള കോൺട്രാക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രഗ്നൻസി നഷ്ടമായി പോവുകയും ചെയ്യും. അപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പീരിയഡ്സ് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. വരുന്നില്ല എങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കുക. കുറച്ചധികം ടെസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് റിസൾട്ട് നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം യൂട്രസിൽ എങ്ങാനും കുഞ്ഞുണ്ടോ എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ beta-HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കഴിഞ്ഞ ദിവസം കൂടി ചാനലൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞത് 2ാമത്തെ മാസത്തിലാണെന്ന്. കാരണം ആദ്യത്തെ മാസം നമുക്ക് കംപ്ലീറ്റ് ആകണമെങ്കിൽ നമ്മുടെ ലാസ്റ്റ് മന്തിൽ എന്നാണോ LMP വന്നിട്ടുള്ളത് ആ മാസത്തിലെ LMP ടു ഇന്ന് നമുക്ക് പീരീഡ് ഡേറ്റ് മിസ്സായ ഡേറ്റ് വരെയാണ് നമുക്ക് 1 മാസം വരുന്നത്. അതിനുശേഷം നമുക്ക് അടുത്ത മാസം വരണമെങ്കിൽ ഈ മാസം നമുക്ക് മിസ്സായി എഗെയിൻ അടുത്ത ഒക്ടോബർ മാസത്തിലൂടെ നമുക്ക് മിസ്സായി കഴിഞ്ഞാലേ 2 മാസം ആവുകയുള്ളൂ. ആ 2 മാസത്തിന് ശേഷം പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഈ കുട്ടി ചെയ്യാൻ പോയൊരു മിസ്റ്റേക്ക് നിങ്ങൾ ആവർത്തിക്കരുതെന്ന് ആ കുട്ടിയും എന്നോട് റിക്വസ്റ്റ് ചെയ്ത്, ചേച്ചി ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8ാം തീയതി മുതൽ ഈ മാസം 6ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.